ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള രണ്ട് അപ്ഡേഷനും കിർലോസ്കി അപ്ഡേഷനാണ്. ഒന്നാമത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൂട്ടുകാരനൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് വീണ്ടും നമുക്ക് തിരികെ എടുക്കണമെങ്കിൽ അതിൻ്റെ ഡേറ്റ് നോക്കി നമുക്ക് പോകാൻ സാധിക്കും. അങ്ങനെ ഒരു അപ്ഡേഷൻ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് അങ്ങ് പോയിട്ട് അവിടെ പോയി തപ്പേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ എന്താണോ അയച്ചത് ആ ഡേറ്റ് നമുക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. അപ്പോൾ അവിടെ ആ ഡേറ്റ് അടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ മെസ്സേജ് ചാറ്റ് മുഴുവൻ ലഭിക്കും. അതുകൂടെ രണ്ടാമത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ സന്ദേശം നമ്മുടെ കൂട്ടുകാരിലേക്ക് അയക്കാൻ സാധിക്കും. ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കൂട്ടുകാർക്കും അത് നഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ഒരു റൗണ്ടിൽ പല കൂട്ടുകാരും വീഡിയോ അയക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ 2 അപ്ഡേഷൻ കൂട്ടുകാർക്ക് പങ്കുവെക്കുമ്പോൾ അത് എങ്ങനെ ചെയ്യാം വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. ഈ 2 അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. വാട്സപ്പ് സെർച്ച് ചെയ്യാൻ നിങ്ങളുടെ അപ്ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് ഉള്ള ആൾക്ക് മാത്രമേ ഈ ഒരു ഫീച്ചർ ഇപ്പോഴും എനേബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ 2 ഫീച്ചറുകൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതിന് മുമ്പ് നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന നേരം വെയിറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഗ്രൂപ്പുകളും ഉണ്ടാവും. ആ ഗ്രൂപ്പിലൊക്കെ പല മെസ്സേജുകളും പല ഡേറ്റിലും വന്നിട്ടുണ്ടാവും. ആ എന്ന ഡേറ്റ് നമുക്കൊരു 10 ദിവസം മുമ്പുള്ള ഒരു ഡേറ്റ് ഇടുന്നത് നമുക്ക് മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകണം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യുക, വലിയ ഗ്രൂപ്പുകളൊക്കെ കൂടുതൽ മെസ്സേജ് വരുന്ന ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 1-ാം തീയതിക്കത്തെ ഡേറ്റിലുള്ള മെസ്സേജുകൾ നമുക്ക് കാണണം, അല്ലെങ്കിൽ 2-ാം തീയതിക്കത്തെ ഡേറ്റിലുള്ള മെസ്സേജ് കാണണം, അല്ലെങ്കിൽ 10-ാം തീയതിക്കത്തെ മെസ്സേജ് കാണണം. അതിന് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ് വേണ്ടത് ആ ഗ്രൂപ്പ് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ നോക്കുമ്പോൾ തൽക്കാലം ഒരു ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പ് എടുത്തു. ഇത് ഞങ്ങൾ അഡ്മിമാരുടെ ഗ്രൂപ്പ്. കണ്ടമാനം മെസ്സേജ് ഉണ്ട് കേട്ടോ, കണ്ടമാനം മെസ്സേജ് ഉണ്ട്. ഇതിൽ നിന്നും ഞാൻ ജസ്റ്റ് ഈ മുകളിൽ കാണുന്ന 3 ഡോട്ട് പ്രസ് ചെയ്യുന്നു. ഇവിടെ മുകളിൽ കാണുന്ന ഗ്രൂപ്പ് ഇൻഫോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പുതിയതായിട്ടൊരു സെർച്ച് എന്നുള്ള ഓപ്ഷൻ വന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിനു ശേഷം ഈ മുകളിൽ സൈഡിൽ കാണുന്ന ഈ സെർച്ചിൻ്റെ സൈഡിൽ കാണുന്ന കലണ്ടർ ഐക്കൺ കാണാൻ സാധിക്കും. അതിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കലണ്ടർ ഓപ്പണായി വന്നു. ഇവിടെ നമുക്ക് ഏത് ഡേറ്റിലുള്ള മെസ്സേജാണ് നമുക്ക് കാണേണ്ടത്. ജസ്റ്റ് ഞാൻ ഇവിടെ 1-ാം തീയതിക്കത്തെ മെസ്സേജാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 1-ൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ 1-ാം തീയതിക്കേക്ക് പോയി കേട്ടോ. മാർച്ച് 1-ലേക്ക് നിന്ന് എത്ര മെസ്സേജ് താഴത്തേക്കുന്ന മുകളിലേക്ക് എത്തി നോക്കി. ഇതേ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണിത്. ഇനി അടുത്ത ട്രിക്ക്, രണ്ടാമത്തെ അപ്ഡേഷൻ എന്താണെന്ന് നോക്കാം. ഈ അടുത്ത കാലത്തായിട്ട് വാട്സപ്പിൽ വന്ന ഒരു വീഡിയോ സന്ദേശം നമുക്ക് റൗണ്ടായിട്ട് അയക്കുന്ന ഒരു രീതി നിങ്ങൾ പല കൂട്ടുകാരും നിങ്ങൾക്ക് അയച്ചതും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പക്ഷേ അത് ഈ അടുത്ത കാലത്ത് പോയിട്ടുണ്ടായിരുന്നു. കാരണം വാട്സപ്പ് അത് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഈ ഒരു പുതിയ അപ്ഡേഷനിൽ അത് വീണ്ടും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി കാണിക്കാം. ഇതിന് മുമ്പ് ചെയ്ത ആളുകൾക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അറിയാം. അറിയാത്ത ആളുകൾക്ക് വേണ്ടി ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഏത് ഗ്രൂപ്പിലേക്കാണ് ഒരു വീഡിയോ സന്ദേശം അയക്കേണ്ടത് ആ ഗ്രൂപ്പ് ആദ്യം തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മൈക്കിൻ്റെ അടുത്ത് ചെറിയൊരു ക്യാമറ കാണാതിരിക്കും. ആ ക്യാമറയുടെ മുകളിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ വലിയ സ്ക്രീനായിട്ട് ഇതുപോലെ ഓപ്പൺ ആയി വരും. പക്ഷേ അതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ക്യാമറയുടെ ബട്ടൻ്റെ മേലെ ലോങ് പ്രസ് നെക്കി പിടിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു ഓപ്പൺ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണോ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ഏകദേശം ഒരു 60 സെക്കൻഡോളം ഉണ്ടാവും. അതുപോലെ ഈ സമയത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞു കൊടുക്കുക കേട്ടോ. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതുപോലെ അവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതിന് ശേഷം ഈ കൈ നമ്മൾ ഇവിടെ വിട്ടുകൊടുക്കൂടി ആ ഗ്രൂപ്പിലേക്ക് അത് പോയി കഴിഞ്ഞു കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണിത് കേട്ടോ. ഇപ്പോൾ ആ വീഡിയോ അവർക്ക് പോയി നമ്മളെ ഗ്രൂപ്പ് ദാദു ചങ്സ് എന്ന ഗ്രൂപ്പിലേക്ക് പോയി കഴിഞ്ഞു. ഇനി അതിന് മേലെ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ കേൾക്കാൻ സാധിക്കും. ഏകദേശം ഒരു 2-3 മാസം മുമ്പ് വന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു. പക്ഷേ അത് വീണ്ടും ആ അപ്ഡേഷൻ തിരികെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 അപ്ഡേഷനാണ് കൂട്ടുകാർക്ക് പങ്കുവെച്ചത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ 2 അപ്ഡേഷൻ എത്തിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, ബൈ.